നമസ്കാരം. AMUPS ക്ലാരി നോർത്ത് പാലച്ചിറമാട് സ്കൂളിലെ പാർലമെന്റ് ഇലക്ഷനാണിന്ന്. 2025-26 അധ്യയന വർഷത്തിലെ പാർലമെന്റ് ഇലക്ഷനിൽ 3 ബൂത്തുകളായാണ് ഇലക്ഷൻ നടക്കുന്നത്. പുറത്ത് അതിശക്തമായ മഴയാണെങ്കിലും അകത്ത് വാശിയേറിയ പോളിംഗ് ആണ് നടക്കുന്നത്. കൃത്യം 10:30-നാണ് പോളിംഗ് ആരംഭിച്ചത്. രാവിലെ 10:45-നും വോട്ട് തുടങ്ങിയതിനു ശേഷവും ഇപ്പോൾ ഉച്ചസമയം പിന്നിട്ടിരിക്കുന്നു. ഇതിനകം തന്നെ 1000-ഓളം വിദ്യാർത്ഥികൾ അവരുടെ സമ്മതിദാന ഭൂരിപക്ഷം പുരോഗമിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ സൻഹ ഫാത്തിമയാണ് നമ്മോടൊപ്പമുള്ളത്. നമുക്ക് ചോദിച്ചറിയാം. പുരോഗതിക്കും ക്ഷേമത്തിനുമായുള്ള എല്ലാ പ്രോഗ്രാമിനും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. ചോദിക്കാം, ഈ തെരഞ്ഞെടുപ്പ് കുട്ടികളിൽ ജനാധിപത്യ ബോധം ഉണ്ടാക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഒരാളാണ് ഈ സ്ഥാനത്തേക്ക് വരുന്നത്. ഇതിൽ യാതൊരുവിധ ഇടപെടലുകളും വരുന്നില്ല. തികച്ചും ജനാധിപത്യ രൂപത്തിലാണ് ഇത് നടത്തപ്പെടുന്നത്. ഈ വർഷത്തെ ഇലക്ഷൻ പ്രക്രിയകൾക്ക് നേതൃത്വം വഹിച്ച ഷിയാബ് സാറിനോട് നമുക്ക് സംസാരിക്കാം. ഇലക്ഷൻ വളരെ ഗംഭീരമായിട്ട് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ മുതലേ നല്ല ശക്തമായ മഴ ഇവിടെ ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടെ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വർഷത്തെ ഇലക്ഷന്റെ പ്രത്യേകത കുട്ടികളാണ് മുഴുവൻ കാര്യങ്ങളും ചെയ്തത്. സാർ, ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റിൽ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികൾക്ക് തികച്ചും ജനാധിപത്യ രീതികൾ പഠിക്കാൻ ഉതകുന്ന രീതിയിലാണ് നമ്മൾ ഈ വർഷം സ്വീകരിച്ചിട്ടുള്ളത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ LP, UP, HS വിദ്യാർത്ഥികൾക്കായിട്ട് പരിസ്ഥിതി ദിന ക്വിസ് മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ ഫാത്തിമ ഹസ്ന വോട്ട് രേഖപ്പെടുത്തി. അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിൽ പാലച്ചിറമാട് AMUPS സ്കൂളിൽ നിന്നും സ്കൂൾ തല വിജയിയായി താനൂർ സബ് ജില്ലാതല മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കുകയും സബ് ജില്ലാതല മത്സരത്തിൽ നിന്നും ജില്ലാതല മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷിഫാൻ K വോട്ടുകൾ രേഖപ്പെടുത്തി. 29-ാം തീയതിയിലേക്കുള്ള കാത്തിരിപ്പാണ് പാലച്ചിറമാട് സ്കൂൾ. 29-ാം തീയതി വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ സ്കൂൾ ലീഡർ ആരാകുമെന്ന ആകാംക്ഷയോടുള്ള കാത്തിരിപ്പാണ് പാലച്ചിറമാട് സ്കൂൾ. ഇതോടെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.